എന്തായാലും പോലീസുകാരിയല്ലേ, ഈ യൂണിഫോം ശരീരത്തിൽ കയറിയ പിന്നെ ജനിപ്പിച്ച അച്ഛൻ വന്ന് മുന്നിൽ നിന്നാ പോലും ആരാണെന്ന് ചോദിച്ചു കളയും. എന്നാലും ഒരു സാമാന്യ മര്യാദ എന്നോട് കാട്ടാമായിരുന്നു. പെണ്ണ് കേസിന്ന് നിങ്ങളുടെ അനിയനെ രക്ഷിച്ച നന്ദിയെങ്കിലും എന്നോട് കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. മറുപടി പറയണം. അത് പിന്നെ മുകളിൽ നിന്നുള്ള ഓർഡർ. ഓ, മുകളിൽ നിന്നുള്ള ഓർഡർ. അപ്പൊ അതാണല്ലേ കാര്യം. ജയിലിൽ പോലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലേ സത്യാമ്മേ? ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഈ ഇടിവണ്ടിയാ. ഇവരുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നത് പോയിട്ട് കൺമുന്നിൽ കാണുന്നത് പോലും സങ്കല്പിക്കാൻ പറ്റില്ല എനിക്ക്. സുസ്മിതേ, നിനക്ക് ഞാൻ സെല്ല് മാറ്റിത്തരാം. നിനക്ക് മാത്രമായിട്ടൊരു സെല്ല്. അപ്പൊ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളോ ലിഡിയപ്പോളെ? ക്ഷമ എന്നൊരു വാക്ക് സുസ്മിതയുടെ നിഘണ്ടുവിലില്ല. കണക്കുകളൊക്കെ തീർത്തു പോകുന്നതാ ശീലം. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, 1-ന് 3 എന്നാ എന്റെ കണക്കെന്ന്. ഇപ്പൊ കിട്ടിയ 3-ൽ 1 മാത്രമേ നിനക്കുള്ളൂ. ഒരെണ്ണം നിന്റെ സെല്ലിലേക്ക് എന്നെ അയച്ചവർക്കുള്ളതാ. വേറൊരെണ്ണം എനിക്കിവിടെ സുഖജീവിതം ഉറപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്തിയവർക്കാ. സുസ്മിത, പ്ലീസ്, ഇനിയെങ്കിലും ഇതൊന്നും അവസാനിപ്പിക്കേ. സമയം പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ മോളുടെ ജീവൻ. ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങൾക്കൊന്നും എനിക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പാ, ഒരു പ്രതികാര നടപടി ഉണ്ടാവില്ല. ഇപ്പോഴത്തെ കേസിൽ അപ്പീൽ പോകുമ്പോ നിന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. നിനക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ അതും. ഓക്കെ, എങ്കിൽ നിന്റെ ഫോണിങ്ങിതാ. ഇതാണ് കുഞ്ഞിന് കൊടുത്ത ഡ്രഗ്. പ്രീതിക്ക് കൊടുത്ത തന്നെ. ശാലിനി, പെട്ടെന്ന് അർജുൻ അയച്ചു കൊടുക്ക. ഞാൻ പറഞ്ഞിട്ട് വരാം. ഹലോ അർജുനേട്ടാ, ആ ഡ്രഗിന്റെ പേര് കിട്ടി. അവരെ സെല്ലിൽ കൊണ്ടുവയ്ക്കോ. ലിഡിയ, നന്ദിയുണ്ട് കൂടെ നിന്നതിന്. ഇറ്റ്സ് ഓക്കെ. ഒരു കുഞ്ഞിന്റെ ജീവന്റെ കാര്യല്ലേ. പിന്നെ കാണാം. ഇപ്പൊ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം.
ഡോക്ടർ ആന്റിഡോസ് കുത്തിവെച്ചോണ്ടിരിക്കുക. അമ്മേ, മോളെ, എന്താ മോളെ ഇത്? അമ്മേ പാറു, മോളെ സമാധാനായിട്ടിരിക്കെ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അവള് മിടുക്കിയായിട്ട് തന്നെ എഴുന്നേറ്റ് വരും. മോളെ സമാധാനായിട്ടിരിക്കെ. ഡോക്ടർ, ആന്റിഡോസ് കുത്തിവെച്ചിട്ടുണ്ട്. റിസൾട്ട് ഉടനെ അറിയാൻ പറ്റില്ല. അർജുൻ, അവൾക്ക് ആ സുസ്മിതയ്ക്ക് എന്താ പെട്ടെന്നൊരു മാനസാന്തരം? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. സുസ്മിത, ഇനി എന്തിനാ ഇവിടെ ചുറ്റിത്തിരിയുന്നത്? നിന്റെ സെല്ലിലേക്ക് പോയിക്കൂടെ? എനിക്കൊരു കോള് ചെയ്യണം. സുസ്മിതേ, 6 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയാണ് നീ. അങ്ങനെ നിനക്ക് തോന്നുമ്പോ ഫോൺ ചെയ്യാനേ നിയമം അതിന് അനുവദിക്കുന്നില്ല. അപ്പൊ ഇതുവരെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിയമം അനുവദിക്കുന്നതാണോ? നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ 6 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ആളാണ് ഞാൻ. ഞാനിങ്ങ് വന്നു കയറിയില്ല, അതിനു മുമ്പേ വിസിറ്റേഴ്സിന്റെ പ്രവാഹം. അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് മറുപടിയും പറയണം. അതിന് നിങ്ങളും എന്നെ നിർബന്ധിച്ചു. ഈ വക ചോദ്യം ചെയ്യലും വിചാരണയൊക്കെ ഒരു ജയിലിൽ നടക്കുന്നതാണോ? അതൊക്കെ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചാലോ? അതൊരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ സുസ്മിതേ? അതിനിടയ്ക്ക് നീ കാണിച്ച പല മര്യാദകളും ഞങ്ങൾ ചുമ്മാ കൈയും കെട്ടി കണ്ടുകൊണ്ട് നിൽക്കുകയും ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ പല ന്യായങ്ങളും കാണും, അതുപോലെ എനിക്കുണ്ട് ന്യായങ്ങൾ. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് കൂട്ടിക്കും. ശരി, നീ എന്താന്ന് വെച്ചാ ചെയ്. ഇതിൽ ഭാമാന്റിയുടെ നമ്പറില്ലേ? അതിനുള്ളിൽ ഒരു ആന്റിയുടെ നമ്പറില്ല. ചുമ്മാ അതിരിക്കെ സൂപ്രണ്ടേ. എന്നെ ഇങ്ങോട്ട് അയക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ ഭാമാന്റി ഇവിടുത്തെ സൂപ്രണ്ട് മുതൽ ഇവിടുത്തെ തൂപ്പുകാരി വരെയുള്ളവരുടെ നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ടെന്നും വിളിക്കുന്നുണ്ടെന്നും ഒക്കെ എനിക്കറിയാം. സുസ്മിതയെ വളർത്താനായിട്ടല്ല, കൊല്ലാൻ. അവരുടെ കുഞ്ഞ് രക്ഷപ്പെട്ടാലും അവർക്ക് എന്നോട് വിരോധം കൂടുകയുള്ളൂ. ഇപ്പോഴത്തെ നന്ദി പ്രകടനമൊക്കെ വെറും പടമല്ലേ? ആഹാ, ദാ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും എല്ലാം ഉണ്ടല്ലോ. സൂപ്രണ്ട് പറയൂ. സൂപ്രണ്ട് അല്ല ഭാമാന്റി, ഞാനാ സുസ്മിത. നിനക്കെന്താ ഇപ്പോ? പാറുവിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാ. അവൾക്ക് ആന്റിഡോസ് കുത്തിവെച്ചു. കുറച്ചു കഴിഞ്ഞ് വിവരം പറയാന്ന ഡോക്ടർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തന്ന ഡ്രഗിനുള്ള ആന്റിഡോസ് തന്നെയല്ലേ കുത്തിവെച്ചത്? അതെ. എന്നാ കാത്തിരിപ്പിന്റെ ഒന്നും ആവശ്യമില്ല ആന്റി. സംഗതി ക്ലോസ്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ പാറുക്കുട്ടിയില്ലേ, നിങ്ങളുടെ പരമ്പരയുടെ അവസാനത്തെ കണ്ണി,
അവള് ചത്തൂന്ന്. സുസ്മിതേ, സത്യമേ എന്താ? എന്താ മേ? ചുമ്മാ തുള്ളാതെ തള്ളേ. നിങ്ങളുടെ കൊച്ചുമൊക്കെ ഞാൻ ഡ്രഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ജീവൻ എടുക്കാൻ ഉദ്ദേശിച്ച് തന്നെയാ. 6 വർഷം എന്നെ ഈ നരകക്കുഴിയിലേക്ക് തള്ളിയിട്ട് നിങ്ങൾ എന്റെ കാല് തൊട്ടു തൊഴുതു പോയിട്ട് എനിക്ക് എന്ത് പുണ്യാ തള്ളേ. സുസ്മിതയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്ന് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഒരു കുഞ്ഞു ഫോട്ടോ ആ വീടിന്റെ ഡ്രോയിങ് റൂമിൽ ഇരുന്നോട്ടെ. പ്രീതിക്ക് കൊടുത്ത ഡ്രഗൊന്നും അല്ലതല്ലേ ഞാൻ അവക്ക് കൊടുത്തത്. അത് ഐറ്റം വേറെയാ. ഇപ്പൊ നിങ്ങൾ കൊടുത്ത ആന്റിഡോസ് അതിന്റെ റിസൾട്ട് കൂട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇനി ഒരു ഭാഗ്യപരീക്ഷണത്തിന് പോലും സമയമില്ല. മിനിറ്റുകൾക്കുള്ളിൽ അത് സംഭവിക്കും. ബ്രെയിൻ ഡെത്ത്. പാതി ചത്ത കിളിക്കുഞ്ഞായിട്ട് അതിങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കും. പിന്നെ കാലൻ കയറിട്ട ജീവൻ മേലോട്ടെടുക്കാൻ 1-2 ദിവസത്തെ കാത്തിരിപ്പ്. പോയി ശവത്തിന്റെ ജീവന് കാവലിരിക്കത്തള്ളേ. എന്താ മേ? സത്യമേ എന്താ? അമ്മേ, അമ്മ കാര്യം പറയാമേ. എന്റെ പൊന്നുമോളെ പാറു, എന്റെ കുഞ്ഞ് പാറു, എന്റെ കുഞ്ഞ്. എന്റെ കുഞ്ഞ്. ദേ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? പറയാം. സുസ്മിതേ, നിന്നെ ഞാനോ ഇവിടുത്തെ പോലീസുകാരികളോ തൊടില്ല. അത് നിയമവിരുദ്ധമാണ്. നിനക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടവരാണ് ഞങ്ങൾ. ഇതിനകം നിങ്ങളൊക്കെ പരിചയപ്പെട്ട് കാണുമല്ലോ അല്ലേ? പല പല സാഹചര്യങ്ങൾ കൊണ്ട് ജയിലിൽ വന്ന് പെട്ടവരാ നിങ്ങളൊക്കെ. പലരുടെയും കഥകളൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ സങ്കടവും തോന്നിയിട്ടുണ്ട്. മക്കളെ പോറ്റാൻ വേണ്ടി ഗതികേടിന് മോഷണം നടത്തിയവർ, പട്ടിണിയും രോഗവും കൊണ്ട് മക്കളെയും കൂട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച് മക്കൾ മരിച്ചു പോയിട്ട് കൊലക്കുറ്റം തലേ കയറിയവർ, കുടുംബവും ഭർത്താക്കന്മാരും ഒക്കെ ചതിച്ചിട്ട് കടക്കണിയിലെത്തിയവർ. പക്ഷേ ഇവളുണ്ടല്ലോ, ഈ മുതല്, ഇവളൊരു സ്പെഷ്യൽ ഐറ്റമാ. മറ്റുള്ളവരോടുള്ള പക തീർക്കാൻ 6 മാസം പ്രായം തികയാത്ത, പാലുകുടി മാറാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ അതിനുള്ള കുറുക്കിൽ വിഷം കലർത്തി കൊടുത്തോൾ. അതും ഒറ്റയടിക്കല്ല, ഇഞ്ചിഞ്ചായിട്ട്. ആദ്യം തലച്ചോറ് ചത്ത് ജീവച്ചവമായി കിടക്കും. 3-4 ദിവസം വെന്റിലേറ്ററിൽ കിടന്നിട്ട് ആ മരണം പൂർണ്ണമാകും. ഒരു ആന്റിഡോസ് കൊടുത്താൽ ആ കുഞ്ഞിനെ രക്ഷിക്കാം. അതിന് ആ കുഞ്ഞിന് കൊടുത്ത ഡ്രഗ് ഏതാണെന്ന് അറിയണം. അതറിയാൻ
ആ പിഞ്ചു കുഞ്ഞിന്റെ ബന്ധുക്കൾ ഇവളുടെ കാല് വരെ പിടിച്ചു. എന്നിട്ട് ഇവൾ ആ ഡ്രഗിന്റെ പേര് തെറ്റിച്ചു പറഞ്ഞു. ഇനി ആര് വിചാരിച്ചാലും രക്ഷിക്കാൻ പറ്റില്ല ആ കുഞ്ഞിനെ. ഈ ഞാനടക്കം നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളെ നൊന്ത് പ്രസവിച്ച അമ്മമാരാ. എനിക്കത് കണ്ടും കേട്ടു നിന്നിട്ട് സഹിച്ചില്ല. ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. കാട്ടിരുമ അല്ലേടി? നിങ്ങളിങ്ങ് പോരെ, വാ. ആ പിന്നെ ഒടിവോ മുറിവോ ഒന്നും പാടില്ല ദേഹത്ത്. ചതവുണ്ടായാൽ നീര് പുറത്തേക്ക് കാണരുത്. ഉയിര് കിടന്നേക്കണം. ഒന്നിന് മൂന്നെന്നല്ലേ നിന്റെ കണക്ക്? ഇവിടത്തെ കണക്കേ വേറെയാ. 1-ന് 30. നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്ന? സരളയുടെ മോളാ ഞാൻ. മോറടി പിശാചേ. അവളുടെ ഒരു സരളെ. നീ ആ പിഞ്ചു കുഞ്ഞിനോട് എന്താണ് ചെയ്തേ? പറയടി. അർജുൻ, ഡോക്ടർ, സുസ്മിത പറഞ്ഞത് ശരിയാണ്. അവള് നമ്മളെ ചതിക്കുകയായിരുന്നു. പ്രീതിക്ക് കൊടുത്ത ഡ്രഗ് അല്ല കുഞ്ഞിന് കൊടുത്തിരിക്കുന്നത് അവള്. ആന്റിഡോസ് ബ്രെയിൻ ഡെത്തിനുള്ള ബൂസ്റ്റർ പോലെയായി. ഇറ്റ്സ് ഓൾമോസ്റ്റ് കൺഫേം ബ്രെയിൻ ഡെത്ത് തന്നെ.